വെൽക്കം ടു റേഡിയൻറ്റ്. RRB NTPC 2016 മാർച്ച് 29 നടന്ന ചോദ്യപേപ്പറിലെ GS-GA ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ക്ലാസ്സിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയമാണിപ്പോൾ. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക, അവസാനത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ചിക്കൻ ബോക്സ്, റുബെല്ല, ഫ്ലൂ, മെനിഞ്ചൈറ്റീസ്. ഇതിൽ ഓഡ് വൺ ഔട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് ആണോ, റുബെല്ല ആണോ, ഫ്ലൂ ആണോ, മെനിഞ്ചൈറ്റീസ് ആണോ. അപ്പോൾ ഇവിടെ ഡിസീസ്, അതിൻ്റെ കോസിറ്റീവ് ഏജൻറ്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം. അതായത് നമുക്കറിയാം കുറേ രോഗങ്ങളെന്ന് പറയുന്നത് ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്, മറ്റു കുറേ രോഗങ്ങളെന്ന് പറയുന്നത് വൈറസ് രോഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചിക്കൻ ബോക്സും റുബെല്ലയും ഫ്ലൂവും നമ്മളെടുത്താൽ അതെന്താണ്, വൈറസ് രോഗങ്ങളാണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മെനിഞ്ചൈറ്റീസ് ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. കാരണം ബാക്കിയെല്ലാം കോസ് ചെയ്യുന്നത് വൈറസാണ്. പ്രധാനപ്പെട്ട കുറച്ച് വൈറസ് രോഗങ്ങൾ നോക്കിയാൽ സ്മോൾ പോക്സ്, അത് കോസ് ചെയ്യുന്നത് വാരിയോള വൈറസാണ്. വൈറസും ചോദിക്കാറുണ്ട്. സ്മോൾ പോക്സ് കോസിറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് വാരിയോള വൈറസാണ്. നമ്മുടെ കോമൺ കോൾഡ് റൈനോ വൈറസാണ്. മംസ് വൈറസാണ്. ഹെർപ്പിസ് ആണെങ്കിൽ സിംപ്ലക്സ് വൈറസാണ്. ഇൻഫ്ലുവൻസ ആണെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് തന്നെ, അതൊക്കെ പേര് നമുക്ക് കിട്ടും. COVID-19 SARS-CoV-2 എന്നറിയപ്പെടുന്ന വൈറസാണ്. എയ്ഡ്സ് എല്ലാവർക്കും അറിയാം, എന്താണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പോളിയോ ആണെങ്കിൽ പോളിയോ വൈറസ്. അപ്പോൾ പേരുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ പഠിക്കുക, അല്ലാത്തതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടത്. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇനി ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ കോളറ, അത് പരത്തുന്നത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ്. ലെപ്രസി മൈക്രോ ബാക്ടീരിയം ലെപ്രെ. പ്ലേഗ് ആണെങ്കിൽ എറിസീന പെസ്റ്റിസ്. ന്യൂമോണിയ ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ടെറ്റനസ് ആണെങ്കിൽ ക്ലോസ്ട്രിഡിയം ടെറ്റനി. ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ടൈഫോയിഡ് ആണെങ്കിൽ സാൽമണല്ല ടൈഫി. വൂപ്പിംഗ് കഫ് ആണെങ്കിൽ ബ്രോഡിലെറ്റ പെർട്ടൂസിസ്. ഇവിടെയും ശ്രദ്ധിക്കുക, ഒന്ന് നമ്മളൊരു കോഡ് ഉപയോഗിച്ചിട്ട് ഇത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ബാക്ടീരിയൽ രോഗങ്ങളും വൈറസ് രോഗങ്ങളും പഠിക്കാനായിട്ട് കോഡുണ്ട്. അത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ, അതുപോലെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. കാരണം ചിലർക്ക് ഈ കോഡുകൾ വെച്ച് പഠിക്കാതെ ഡയറക്റ്റ് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അവരെ ബോറടിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പ്രത്യേക സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ബേസിക്കലി കോഡ് വെച്ച് ഇത് ഓർത്ത് വയ്ക്കുന്നതാണ് നല്ലത്. കാണാതെ പഠിക്കാൻ നിന്നാൽ ഉറപ്പായിട്ടും നമ്മൾ മറന്നു പോകും. പോസിറ്റീവ് ഏജൻസിനകത്ത് കുറേയൊക്കെ നമുക്ക് ആ പേര് വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. വിബ്രിയോ കോളറ എന്ന് പറയുമ്പോൾ അതിനകത്ത് കോളറയുണ്ട്. ലെപ്രസി ആകുമ്പോൾ മൈക്രോ ബാക്ടീരിയം ലെപ്രയുണ്ട്. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അത് വരാത്തതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദിൻ ഇലാഹി എന്ന മതം പ്രപ്പോസ് ചെയ്തത് ആരാണ്? ദിൻ ഇലാഹി മതം പ്രപ്പോസ് ചെയ്യുന്നത് അക്ബറാണ്. അപ്പോൾ അക്ബർ ചക്രവർത്തി നിങ്ങൾക്കറിയാം മൂന്നാമത്തെ മുഗൾ റൂളറാണ്. 1556 തൊട്ട് 1605 വരെ അദ്ദേഹത്തിൻ്റെ മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. അപ്പോൾ ദിൻ ഇലാഹി മതം പ്രപ്പോസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അത് 1582 എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതിക്കാർക്കൊക്കെ ചേരാൻ പറ്റും. പക്ഷേ 2 ഫോളോവേഴ്സ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. കാരണം അക്ബർ ആരെയും ഇത് ചേരാനായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കമ്പൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതവിടെ നോക്കി വയ്ക്കുക. നമുക്ക് സുൽത്താനേറ്റും അത് കഴിഞ്ഞിട്ട് മുകളും പഠിക്കാനായിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ RBI നാഷണലൈസ് ചെയ്ത വർഷം ഏതെന്നാണ്. അപ്പോൾ RBI നാഷണലൈസ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1949 കാരണം ഈ RBI നിലവിൽ വരുന്നത് ഏപ്രിൽ 1935 ഹിൽട്ടൺ യങ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രീവിയസ് ആണ്. അപ്പോൾ RBI നിലവിൽ വന്നത് ഏത് കമ്മീഷനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചാൽ ഹിൽട്ടൺ യങ് കമ്മീഷനെ ബേസ് ചെയ്തിട്ട് 1935 ഏപ്രിലാണ് നിലവിൽ വരുന്നത്. ഏപ്രിൽ 1 RBI ആക്ട് വരുന്നത് 1934. ഇതിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യൻ ബാങ്കായിട്ട് നാഷണലൈസ് ചെയ്യുന്ന എപ്പോഴാണ്, അത് 1949. 1948 ആക്ട് പ്രകാരം 1949 എന്ത് ചെയ്യുന്നു, നമുക്ക് RBI നാഷണലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ RBIയുടെ ആദ്യത്തെ ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് CD ദേശ്മുഖാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്.
ബാങ്കുകളുടെ ബാങ്ക് ഓഫ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ്. നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. കറണ്ട് അഫെയർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അപ്പോൾ 49 നമ്മൾ പറഞ്ഞു ഏതാണ്? റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്തു. 55 വന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 69 എന്ത് ചെയ്യുന്നു? നാഷണലൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 14 പ്രൈവറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് നാഷണലൈസ് ചെയ്യുന്നുണ്ട്. 1980 പഞ്ചാബ് അതുപോലെ സിന്ധ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? നാഷണലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാങ്ക് നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എക്കണോമിക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ്? ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് അല്ലേ? അപ്പോൾ ലേക്ക് സുപ്പീരിയർ ആണ് നമ്മുടെ ഉത്തരം. സുപ്പീരിയർ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം മറ്റുള്ളതിനേക്കാളും അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ്, സുപ്പീരിയർ ആണെന്നൊരു അർത്ഥമല്ലേ. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക, ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് പറയുന്നത്. ഏതാണ്? ലേക്ക് സുപ്പീരിയർ ആണ്. അപ്പോൾ ലേക്ക് സുപ്പീരിയർ ആണ് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്. അത് എവിടെയാണ്? അത് USA കാനഡ ബോർഡറിലാണ്. ഇനി വിക്ടോറിയ എന്ന് പറയുന്നൊരു ലേക്ക് ഉണ്ട്. അത് രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ് ആണ്. അത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ലാർജസ്റ്റ് ലേക്കാണ് ഇത് വിക്ടോറിയ എന്ന് പറയുന്നത്. അത് 1858 ജോൺ സ്പീക്കാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കവർ ചെയ്യുന്നത്. ഇനി നയാഗ്ര ഫോൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഏറി തടാകത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ഒണ്ടാരിയോ തടാകത്തിൻ്റെയും ആ പറയുന്ന ബോർഡറിലാണ്. അതുകൂടെ ഒന്ന് നോക്കി വയ്ക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട് വന്ന മിഡീവൽ ബുക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരമെന്ന് പറയുന്നത് ലീലാവതി. അപ്പോൾ ലീലാവതി എഴുതുന്നത് ഭാസ്കരാചാര്യയാണ്. അതാണെന്ത്? മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട മിഡീവൽ ഇന്ത്യൻ ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് പഞ്ചദാസി എന്ന് പറയും. ദാസി എന്നാണോ ദസി എന്നാണോ എന്ന് അറിയില്ല. അത് എഴുതിയത് ആരാണ്? നമ്മുടെ വിദ്യാരണ്യ സ്വാമിയാണ്. ആരാണ്? വിദ്യാരണ്യ സ്വാമിയാണ്. ഓപ്ഷനിലുള്ളത് കൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിയർഡ് ഫോർ ഫ്ലീസ്? അതല്ലെങ്കിൽ ഫൈബർ. നമ്മുടെ ചെമ്മരിയാടിൻ്റെ നമ്മൾ ഊളെടുക്കുന്ന പോലെ ഇതിനു വേണ്ടി വളർത്തുന്ന മൃഗം എന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഉത്തരം അറിയില്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അലൂവിയൽ എന്നൊരു മൃഗമില്ല. അപ്പാച്ചി എന്ന് പറയുന്നത് ഒരു മൃഗമാണോ? അങ്ങനെ മൃഗം ഉണ്ടായിട്ടില്ല. അലബാമ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താണ്? അൽപ്പാക്കയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് ആൾ. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ ലാമ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് മൃഗമുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതേ ആ ഒരു ഇതിൽ സ്പീഷീസിൽ വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ തോലിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റുകളിലാണ് ഇവർ കൂടുതലായിട്ട് എന്ത് ചെയ്യാറ്? കാണപ്പെടാറ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മംഗൾയാൻ ലോഞ്ച് ചെയ്തത് എവിടെ നിന്നാണ്? അപ്പോൾ നമ്മുടെ നമുക്കറിയാം സാറ്റലൈറ്റുകളെല്ലാം ലോഞ്ച് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അല്ലേ? ചെന്നൈയിൽ നിന്നും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരം എന്താണ്? ശ്രീഹരിക്കോട്ടയിലാണ്. അപ്പോൾ മംഗൾയാൻ ലോഞ്ച് ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ട എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലെ പുലിക്കട്ട് ലേക്കിനൊക്കെ അടുത്തായിട്ടാണ് എന്ത് ഈ പറയുന്ന എന്താണ് ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അപ്പോൾ മംഗൾയാൻ്റെ ഫുൾ ഫോം എന്താണ്? മാസ് ഓർബിറ്റൽ മിഷൻ എന്നാണ്. നമ്മുടെ ISROയുടെ PSLV C-25 എന്ന ലോഞ്ച് വെഹിക്കിളാണ് എന്ത് ചെയ്യുന്നത്? മംഗൾയാൻ അയക്കുന്നത്. 2013 നവംബർ 5-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ മംഗൾയാൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. അപ്പോൾ മംഗൾയാൻ 2013 നവംബർ മാസം 5-ാം തീയതി ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV C-25 എന്ന ലോഞ്ച് വെഹിക്കിളിലൂടെ നമ്മൾ അയക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടെക്നോളജി യൂസ്ഡ് ഇൻ CD-യിൽ ഉപയോഗിക്കുന്നത് ലേസർ ടെക്നോളജി. ലേസർ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. കണ്ടെത്തുന്ന ആൾ തിയോഡർ മെയ്മാൻ ആണ്. 1960-ലാണ് ഡിഫൻസിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒന്നാണ് നമ്മുടെ ലേസർ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? CD എന്ന് പറയുന്നത്. അടുത്ത, പേപ്പർ ഇൻവെൻറ്റ് ചെയ്ത രാജ്യം ചൈനയാണ്. പേപ്പർ ഇൻവെൻറ്റ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ഇൻവെൻഷൻസ് നോക്കാം. നമ്മൾ റെയിൽവേ നോക്കുന്നതുകൊണ്ട് തന്നെ ലോക്കോമോട്ടീവ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ജോർജ് സ്റ്റെഫൻസൺ ആണ്. 1804. അപ്പോൾ ലോക്കോമോട്ടീവ് കണ്ടെത്തിയത് ജോർജ് സ്റ്റെഫൻസൺ ആണ് 1804. ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ടയാണ് 1800. ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കൊടുത്തത്.
ഇലക്ട്രിക് മോട്ടോർ കണ്ടുപിടിച്ചത് തോമസ് ഡേവൻപോർട്ട് ആണ് 1873. ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ് 1879. മൈക്രോഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് 1876. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് 1440 വീല് കണ്ടെത്തിയത് സുമേരിയൻസ് എന്ന് പറയുന്ന സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് കരുതപ്പെടുന്നത്. ലൈറ്റ്നിങ് കണ്ടക്ടർ കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചു. വിച്ച് റെവല്യൂഷണറി ടുക്ക് ഹിസ് ഓൺ ലൈഫ്? സൂയിസൈഡ് ചെയ്ത അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്ത ഇന്ത്യൻ റെവല്യൂഷണറി ആരെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രശേഖർ ആസാദാണ്. അപ്പോൾ ആരാണ് ചന്ദ്രശേഖർ ആസാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അഥവാ HSRA എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. HSRAയുടെ ഫൗണ്ടറാണ് ആര്? ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത്. അദ്ദേഹം 1906 ജൂലൈ 23 ജനിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള കക്കോരി ട്രെയിൻ കോൺസ്പിറസിയും അതുപോലെ ജനറൽ സാൻഡേഴ്സനെ ലാഹോറിൽ വെച്ച് വധിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്ത ആളാണ് ആര്? ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാൻഡേഴ്സൺ അറിയാമല്ലോ, നമ്മുടെ ലാലാ ലജ്പത് റോയിയെ നമ്മുടെ ലാത്തി ചാർജിൽ മരിച്ചു പോകുന്ന വ്യക്തിയാണ് അല്ലെ, നമ്മുടെ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ഈ ജനറൽ സാൻഡേഴ്സൺ ആണ്. ഇയാളെ ലാഹോറിൽ വെച്ച് വധിക്കുന്നതിനായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോട്ടപ്പുള്ളിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? 27 ഫെബ്രുവരി 1931 ആൽഫ്രഡ് പാർക്ക് അലഹബാദിൽ വെച്ചിട്ട് സ്വയം എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുന്നു. ഓക്കെ, HSRA അഥവാ നമ്മുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ഭഗത് സിംഗും രാംപ്രസാദ് ബിസ്മിലും അറിയാവുന്നതായിരിക്കും. അത് നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ അവരെ പറ്റി നമ്മൾ പഠിക്കും. അടുത്ത്, വേർ ഇൻ ദ ഹ്യൂമൻ ബോഡി ക്യാൻ യു ഫൈൻഡ് ദ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ്? ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് കാണുന്നത് എവിടെയാണ്? അത് പാൻക്രിയാസിനകത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയാൻ അറിയാം, നമ്മൾ അബ്ഡോമിനലായിട്ട് കാണപ്പെടുന്ന ഒരു ലീഫ് ലൈക്ക് ഓർഗനാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിലാണ് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് ഉള്ളത്. പാൻക്രിയാസിന് 2 ഫംഗ്ഷനുണ്ട്. ഡൈജസ്റ്റീവ് ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫംഗ്ഷനും ഉണ്ട്. പാൻക്രിയാസിലാണ് ലിപ്പേസ്, പ്രോട്ടിലൈസ്, ട്രിപ്സിൻ പോലെയുള്ള പ്രധാനപ്പെട്ട പല എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എൻസൈംസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നൊരു ഹോർമോൺ ഉണ്ട്, നമ്മുടെ ഇൻസുലിനും അതുപോലെ ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പാൻക്രിയാസിൽ തന്നെയാണ്. അതിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു, ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം ആണ്. അടുത്ത്, പോളിനേഷൻ ബൈ വിൻഡ് വഴിയുള്ള പോളിനേഷൻ അറിയപ്പെടുന്ന പേര് അനിമോഫിലി എന്നാണ്. ഈ അനിമോമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വിൻഡ് സ്പീഡ് അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഉത്തരം പറയാനായിട്ട് പറ്റും. അപ്പോൾ ഹൈഡ്രോഫിലസ് പോളിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന പോളിൻ ഗ്രെയിൻസിനെ കൊണ്ടുപോകുന്നത് ആരായിരിക്കും? വാട്ടറിലൂടെ ആയിരിക്കും. സുവോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മൃഗങ്ങളിലൂടെയാണ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതാണ് എന്ത്? വെർട്ടിബ്രേറ്റ്സ് വഴിയാണെങ്കിൽ അതാണ് എന്ത്? സുവോഫിലി എന്ന് പറയുന്നത്. എൻറ്റമോഫിലി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എൻറ്റമോളജി എന്ന് വെച്ചാൽ ഇൻസെക്റ്റുകളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇൻസെക്റ്റ് വഴിയാണ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതാണ് എന്ത്? എൻറ്റമോഫിലി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൂ റോഡ് ദ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ? നമ്മുടെ നാഷണൽ സോങ് എഴുതിയത് ആരാണ്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഓക്കെ, അപ്പോൾ വന്ദേ മാതരം നമ്മുടെ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് ഭാഷയിലാണ് എഴുതിയതെന്ന് വെച്ചാൽ സംസ്കൃതവും ബംഗാളിയും ചേർന്ന് വരുന്ന ഭാഷയാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആനന്ദമഠം എന്നാണ് മലയാളത്തിൽ പറയാറ്. ആ നോവലിലാണ് വരുന്നത്. പബ്ലിഷ് ചെയ്ത് 1872. ഭവാനന്ദ് എന്ന് പറയുന്ന സന്യാസിയാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പാടുന്നത്, ഈണം കൊടുക്കുന്നത് യദുനാഥ് ഭട്ടാചാര്യയാണ്. 65 സെക്കൻഡ് സമയമാണ് സോങ് പാടാനായിട്ട് വേണ്ടത്. നാഷണൽ സോങ്, നാഷണൽ ആന്തം, ഇത് വന്ന വർഷം, അതുപോലത്തെ കാര്യങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് നമ്മൾ നോക്കും. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ബ്രസീൽ. പെട്ടെന്ന് കയറി ബ്രസീലിയൻ എന്ന് അടിച്ചു വയ്ക്കാൻ തോന്നുമല്ല. ബ്രസീലിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്. ഓക്കെ, അടുത്ത ബ്രസീലിലെ നമ്മുടെ നാണയം എന്ന് പറയുന്നത് എന്താണ്? റിയാലാണ്. റിയൽ. ഓക്കെ, ഇനി നമ്മുടെ ക്രൈസ്റ്റ് ദ റീഡ്രീമർ എന്ന് പറയുന്ന സ്റ്റാച്ചു, യേശു ക്രിസ്തു കൈനീട്ടി വെച്ച് ഒരു സ്റ്റാച്ചു കാണപ്പെടുന്നത് എവിടെയാണ്? അത് ബ്രസീലിലാണ്. നെക്സ്റ്റ്, കൊഞ്ചിക്കൽ വാട്ടർഫോൾസ് കാണപ്പെടുന്നത് എവിടെയാണ്? അത് കർണാടകയിലാണ്. നിങ്ങൾക്കറിയാം എന്താണ് നമ്മുടെ ഹയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യ എന്ന് കരുതപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന കൊഞ്ചിക്കൽ വാട്ടർഫോൾസ് ആണ്. ഇത് കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് കാണപ്പെടുന്നത്. വരാഹി എന്ന നദിയിലാണ് ഈ പറയുന്ന വാട്ടർഫോൾ കാണുന്നത്. ഏഷ്യയിലെ തന്നെ 2nd ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ് ഇത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയാം.
മിനിമം ഏജ് ഫോർ ഗെറ്റിംഗ് ഇലക്ടഡ് ടു ലോക്സഭ. ലോക്സഭ അംഗമാകാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. പ്രധാനപ്പെട്ട കുറച്ച് വയസ്സുകൾ നോക്കാം. ഇന്ത്യയിൽ പ്രസിഡന്റ് ആകാൻ വേണ്ട മിനിമം പ്രായം 35, വൈസ് പ്രസിഡന്റ് ആവാൻ വേണ്ട പ്രായം 35, പ്രൈം മിനിസ്റ്റർ ആകാൻ അതായത് നമുക്ക് 25 വയസ്സ് മതി. ചീഫ് ജസ്റ്റിസിന് അങ്ങനെ പറയുന്നില്ലെങ്കിലും റിട്ടയർമെൻറ്റ് ഏജ് 65ആണ്. ലോക്സഭ സ്പീക്കർ ആകാൻ 25, MLA അല്ലേ അതുപോലെ നമ്മുടെ ലോക്സഭാ അംഗം എത്രയാണ് 25, രാജ്യസഭ 30 ആണെന്നാണ് എൻ്റെ ഊഹം. 30 ആണോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, രാജ്യസഭ അംഗമാകാനുള്ള മിനിമം പ്രായം. അടുത്ത ക്യൂൻസ്ബെറി റൂൾ ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട നിയമമാണ് എന്ത് ക്യൂൻസ്ബെറി റൂൾ എന്ന് പറയുന്നത്. 1867 ബ്രിട്ടനിലാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ പറയുന്ന ബോക്സിംഗ് നിയമങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇക്വിസ്ട്രെയിൻ എന്ന് പറയുന്ന അത് ഹോഴ്സ് റൈഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പദമാണ്. നമ്മുടെ ഓപ്ഷനിൽ അത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. തായ്ലൻഡിലെ കറൻസി എന്ന് പറയുന്നത് ബാത്താണ്. ഓക്കെ, അപ്പോൾ തായ്ലൻഡിലെ കറൻസി എന്ന് പറയുന്നത് ഏതാണ്? ബാത്താണ് തായ്ലൻഡിലെ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് പ്രധാനപ്പെട്ട കറൻസികൾ നോക്കാം. അഫ്ഗാനിസ്ഥാനിലെ കറൻസി എന്ന് പറയുന്നത് അഫ്ഗാനിയാണ്. അർജൻറ്റീനയിലെ ആണെങ്കിൽ പീസോ, ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയൻ ഡോളർ, ബംഗ്ലാദേശിൻ്റെ ടാക്ക ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചൈനീസ് യുവാൻ ആണ് ചൈനയുടേത്, ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യമാണ്. വിച്ച് ഈസ് ദ ഓൺലി ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ദാറ്റ് ക്യാൻ റീഗ്രോ ഓർ റീജനറേറ്റ്? മിക്കവർക്കും അറിയാം, ലിവറാണ് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ശരീരത്തിലെ ഏക ഓർഗൻ എന്ന് പറയുന്നത്. ലിവർ നിങ്ങൾക്കറിയാം ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ലിവറാണ് ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത്, അതാണ് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലിവർ എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ അതുപോലെ തന്നെ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി രോഗങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ്. ഇനി മറ്റൊന്ന് സ്പ്ലീൻ എന്ന് പറയുന്ന ഓർഗനാണ്. സ്പ്ലീനിൻ്റെ പ്രത്യേകത ഗ്രേവിയാർഡ് ഓഫ് ബ്ലഡ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സ്പ്ലീനാണ്. 120 ദിവസം കഴിയുമ്പോൾ RBC വന്നിട്ട് നശിച്ചു പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്പ്ലീനിൽ വെച്ചിട്ടാണ്. പാൻക്രിയാസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പറയാനായിട്ട് നിൽക്കുന്നില്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് ഓൺ എർത്ത്? സോ ഇവിടെ എല്ലാ ഗ്യാസുകളും ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ തന്നെയാണ്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ മീഥേൻ പോലെയുള്ള വാതകങ്ങൾ എന്ത് ചെയ്യും? ഷോർട്ടർ വേവ് ലെങ്ത്തിൽ വരുന്ന സൂര്യപ്രകാശത്തിന് കടത്തിവിടുകയും ലോങ്ങർ വേവ് ലെങ്ത്തിൽ പോകുന്ന സൂര്യപ്രകാശത്തെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ശൈത്യ മേഖലകളിൽ അല്ലെ തണുത്ത സ്ഥലങ്ങളിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വീട് പോലത്തെ ഒരു സ്ട്രക്ചറുണ്ട്, അതിൻ്റെ പേരും ഗ്രീൻ ഹൗസ് എന്ന് തന്നെയാണ്. അതിൻ്റെ ജോലിയും ഇത് തന്നെയാണ്. അകത്തേക്ക് കടത്തിവിടുക, പുറത്തേക്ക് കടത്തിവിടാതിരിക്കുക, അങ്ങനെ ഇവിടുത്തെ ചൂട് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അത് കാരണം എന്തുണ്ടാകുന്നു? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഏതാണത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലാസ്റ്റ് മുഗൾ റൂളർ ആരാണ്? ഇത് ഓൾറെഡി ഗ്രൂപ്പ് ഡി ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ആരാണ് നമ്മുടെ ലാസ്റ്റ് മുഗൾ റൂളർ എന്ന് പറയുന്നത്? ബഹദൂർ ഷാ സഫർ ആണ് എന്ത് ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടർ ഓഫ് മുഗൾ റൂളർ എന്ന് പറയുന്നത് ബാബർ ആണ്. ഓക്കെ, ആദ്യത്തെ മുഗൾ റൂളറാണ് അദ്ദേഹം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ടോംബ് അഥവാ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാബൂളിലാണ്, അഫ്ഗാനിസ്ഥാനിലാണ്. ഔറംഗസേബിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഓക്കെ, ആരാണ്? 6ാമത്തെ മുഗൾ റൂളറാണ് ആര്? ഔറംഗസേബ് എന്ന് പറയുന്നത്. ഓക്കെ, ആലംഗീർ എന്ന ടൈറ്റിൽ ഡൽഹി ഭരിച്ചത് ആരെന്ന് ചോദിച്ചാലും അതാരാണ്? ഔറംഗസേബാണ്. 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹദൂർ, അതാണ് കറക്റ്റ്. അദ്ദേഹത്തിനെ വധിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഔറംഗസേബാണ്. ഇത് മുൻപ് പലതവണ ചോദിച്ചിട്ട് ഉള്ള ഒരു ചോദ്യം ആണ്. ഓക്കെ, ജസിയ എന്ന മതനികുതി റീഇമ്പോസ് ചെയ്തത് ആരാണ്? ഔറംഗസേബാണ്. അങ്ങനെയാണെങ്കിൽ ജസിയ എന്ന മതനികുതി ഇന്ത്യയിലേക്ക് ആദ്യം കൊണ്ടുവന്നിരുന്നു, അത് നിർത്തലാക്കിയ മുഗൾ രാജാവ് ആരാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടിപ്പു സുൽത്താൻ നിങ്ങൾക്കറിയാം, മൈസൂർ കടുവ എന്നറിയപ്പെടുന്നു. നമ്മുടെ ജാക്കോബിയൻ ക്ലബിലെ അംഗമായിരുന്നു നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ശ്രീരംഗപട്ടണം ഓക്കെ ട്രീറ്റിയൊക്കെ ഒപ്പിടുന്നത് ഇദ്ദേഹമാണ്. നോക്കി വയ്ക്കും. ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ പെർഫെക്റ്റ് 10 സ്കോർ ചെയ്ത് ആരാണ്? അത് നാദിയ കൊമനേച്ചി ആണ്. ഓക്കെ, നാദിയ കൊമനേച്ചി.
അപ്പോൾ നോക്കുക, നാദിയ കൊമനേച്ചി ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ 10/10 വാങ്ങുന്ന ആദ്യത്തെ വ്യക്തിയാണ്. മോൺട്രിയൽ ഒളിമ്പിക്സിലാണ് ഈ പെർഫെക്റ്റ് 10 സ്കോർ ചെയ്യുന്നത്. എവിടെയാണ്? റൊമേനിയ എന്ന രാജ്യത്തെ അത്ലീറ്റാണ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് എവിടെയാണ്? സോവിയറ്റ് യൂണിയനെയാണ്. ഓക്കെ, നാദിയ കൊമനേച്ചി. നെക്സ്റ്റ്, ദ ഡീപ്പ് ക്രാക്ക് ഇൻ ദ ഗ്ലേഷ്യർ. ജോഗ്രഫിയിൽ നല്ലൊരു റേഞ്ച് ചോദ്യമാണ്. ഗ്ലേഷ്യറിൽ കാണുന്ന ക്രാക്കുകൾ വിളിക്കുന്ന പേര് ക്രെവിസ് എന്നാണോ, ക്രെവസസ് എന്നാണോ, ക്രാക്ക് എന്നാണോ, ക്ലെഫ്റ്റ് എന്നാണോ? ക്രെവിസ് എന്നാൽ പാറകളിലാണ്. സോ നമ്മുടെ ഉത്തരം എന്താണ്? ക്രെവിസസ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഗ്ലേഷ്യറിൽ ഉണ്ടാകുന്ന ക്രേക്കുകൾ വിളിക്കുന്ന പേരാണ് ക്രെവിസസ്. എന്നാൽ റോക്കിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്? ക്രെവിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ജോഗ്രഫി നല്ല ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കി വയ്ക്കുക. ഇനി ഇതുപോലത്തെ സെയിം വന്നാൽ കിട്ടും. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഫുൾ ജോഗ്രഫി കാണാതെ പഠിക്കാനൊന്നും നിൽക്കേണ്ട. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാരീസിലാണ് യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ വേൾഡ് ഇതുപോലത്തെ ഓർഗനൈസേഷൻസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, USA ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് ന്യൂയോർക്ക്, USA ന്യൂയോർക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് എവിടെയൊക്കെയാണെന്ന് ഒരുമിച്ച് ഓർത്ത് വെച്ച്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അഥവാ യുണിസെഫ്, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, യുണൈറ്റഡ് നേഷൻസ് വുമൺ, അതുപോലെ തന്നെ എന്താണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. ഇത്രയും ആസ്ഥാനം എവിടെയാണ്? USA ന്യൂയോർക്കാണ്. വാഷിങ്ടൺ DC ആസ്ഥാനമായിട്ട് വരുന്നതാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMFും വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. ഇനി സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായിട്ട് വരുന്ന 3 ഓർഗനൈസേഷനുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസും ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഓക്കെ, നെക്സ്റ്റ്, മധുബനി പെയിൻറ്റിങ് ഏത് സ്റ്റേറ്റിലാണുള്ളതെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്നതാണ്. സ്റ്റേറ്റുകളും പെയിൻറ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. മധുബനി പെയിൻറ്റിങ് എവിടെയാണ്? ബീഹാറിലാണ്. ഇതിനെ മിഥില പെയിൻറ്റിങ് എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, വാർലി പെയിൻറ്റിങ് എന്ന് പറയുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. കാലിക്കറ്റ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ബംഗാൾ പെയിൻറ്റിങ് എന്ന് പറയുന്നത് കൽക്കത്തയിലാണ്. ഫാഡ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ പെയിൻറ്റിംഗ് ആണ്. കലംകാരി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ പെയിൻറ്റിങ്ങും അതിൻ്റെ സ്റ്റേറ്റുകളും ഉറപ്പായിട്ടും നോക്കി വയ്ക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് പ്രസൻറ്റ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ടിൽ എപ്പോഴും കാണുന്നത് ആരാണ്? അത് കാർബൺ ആണ്. കാർബൺ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 കോവാലൻ്റ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്ത് ഫോം ചെയ്തതാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഓർഗാനിക് ലൈഫിൻ്റെ എല്ലാ ഫോമുകളിലും DNA-യിലും കാർബോഹൈഡ്രേറ്റ്സിലും കാണപ്പെടുന്നതാണ് എന്ത്? ഈ പറയുന്ന കാർബൺ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന കോമ്പൗണ്ടുകളൊക്കെ കാർബണിൻ്റെതാണ്. നമ്മുടെ കാണുന്ന കോളും ഡയമണ്ടും ഗ്രാഫൈറ്റും ഒക്കെ എന്താണ്? കാർബണിൻ്റെ അലോട്രോപ്പുകളാണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ കാർബൺ നമ്മൾ കെമിസ്ട്രിയിൽ വ്യക്തമായിട്ട് വീണ്ടും പഠിക്കും. അടുത്ത ചോദ്യം, സീഷെൽസ് എന്ന് പറയുന്നത് ഏത് സമുദ്രത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഓഷനിൽ കാണുന്ന ഒരു ഐലൻഡാണ് സീഷെൽസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്താണ്? വിക്ടോറിയയാണ്. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് ദ ഐലൻഡ് കൺട്രി എന്ന് പറയുന്നത് വിക്ടോറിയയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ച്, ഇംഗ്ലണ്ട്, സീഷെൽസ്, ക്രോയോൽ ആണ്. വിച്ച് ഈസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർപോൾ? ഇന്റർപോൾ എന്ന് പറയുമ്പോൾ വേൾഡ് പോലീസിനാണല്ലോ നമ്മൾ ഇന്റർപോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്റർപോളിലുള്ളതെല്ലാം സിംഹങ്ങളാണെന്ന് ഓർത്ത് വയ്ക്കുക. ലയോൺ ആണ് എന്താ പോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത്, നോൺ പോളാർ ആയിട്ടുള്ള ലാർജസ്റ്റ് ഐലൻഡ് സഹാറയാണ്. പോളാർ ആണെങ്കിൽ അന്റാർട്ടിക്കയാണ്, മനസ്സിലാക്കുക. ഓക്കെ, സഹാറ ഡെസേർട്ടാണ്. സഹാറ എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കയിലാണ്. എന്നാൽ പോളാർ ആണെങ്കിൽ അത് അന്റാർട്ടിക്കയാണ്. ഇനി കൽഹാരി ഡെസേർട്ട് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ നമീബിയയിലാണ്. ഗോബി ഡെസേർട്ട് ആണെങ്കിൽ ചൈന മംഗോളിയ ബോർഡറിൽ കാണപ്പെടുന്ന ഒരു ഡെസേർട്ട് ആണ്. നെക്സ്റ്റ് ചോദ്യം, ജിമ്മി വെയിൽസ് ആൻഡ് ലാരി സൈങ്കർ ഏത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഫൗണ്ടേഴ്സാണ്? ജിമ്മി വെയിൽസും ലാരി സാങ്കറും വിക്കിപീഡിയയാണ്. വിക്കിപീഡിയ നിങ്ങൾക്കറിയാം. വിക്കിപീഡിയ നിലവിൽ വരുന്നത് 2001 ലാർജസ്റ്റ് ഓൺലൈൻ പബ്ലിക് ലൈബ്രറിയാണ്. ഇനി ലാരി പേജും സെർജി ബ്രണ്ണും 1998 ഫൗണ്ട് ചെയ്യുന്നത് ഗൂഗിളാണ്. ജെയിൻ കൂമും ബ്രെയിൻ ആക്ഷനും കൂടി 2009 ഫൗണ്ട് ചെയ്യുന്നത് നമ്മുടെ വാട്സാപ്പ് ആണ്. മാർക്ക് സക്കർബർഗ് 2004 ഫൗണ്ട് ചെയ്യുന്നത് എന്തുവാണ്? ഫേസ്ബുക്ക്. ഫൗണ്ടേഴ്സ് GK-യിൽ വരുന്നതാണ്. ഓക്കെ, ഔറം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഗോൾഡ് ആണ് ഔറം എന്നറിയപ്പെടുന്നത്. സിൽവറിനെ അർജന്റൈനമെന്നും കോപ്പറിനെ കുപ്രമെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത് ടിന്നാണെങ്കിൽ സ്റ്റാനം എന്നാണ്. ഓക്കെ, ഇത്രയൊന്ന് ഓർത്ത്. ഓക്കെ, നെക്സ്റ്റ്, പഞ്ച്ഡ് കാർഡുകൾ വിളിക്കുന്ന മറ്റൊരു പേര് ഹോളറത്ത് കാർഡുകൾ എന്നാണ്. പഞ്ച്ഡ് കാർഡ് അറിയാലോ, പണ്ടത്തെ നമ്മളെ
പറയുന്ന കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നതാണ്. 1890 പഞ്ച്ഡ് കാർഡ് അഥവാ ഹോളോ എർത്ത് കാർഡ് ഡിസ്കവർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നാണെന്നാണ്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത് ജൂൺ 5-ാം തീയതിയാണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഓരോ വർഷവും ഒരു തീം അതുമായിട്ടുണ്ട്. സോ അത് കറണ്ട് അഫെയർ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 2025 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീമാണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ 2024 എന്തായിരുന്നു? അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റീസ്റ്റോറേഷൻ. തീം ഓഫ് ദ വേൾഡ് 2023 ആണെങ്കിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബീറ്റ് ആയിരുന്നു, ഇപ്പോൾ 25 എൻഡിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഓൺലി വൺ എർത്ത് 2022 തീമാണ്. ഓക്കെ, അപ്പോൾ തീമുകൾ എപ്പോഴും ചോദിക്കും. വിച്ച് സ്പോർട്സ് ഈസ് ദ ടേം ടി കണക്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സാധനത്തിന് മുകളിൽ ഒരു ബോൾ വെച്ചിട്ട് നമ്മളൊരു കമ്പ് പോലത്തെ സാധനം വെച്ചിട്ട് അടിച്ച് കളയും. ഏതാണ്? ഗോൾഫാണ്. അപ്പോൾ ഗോൾഫുമായിട്ട്, പോളോ അല്ല, ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താ ടി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗോൾഫ് ടൂർണമെൻ്റ് ആണ് ഹീറോ ഇന്ത്യൻ ഓപ്പൺ എന്ന് പറയുന്നു. അടുത്ത, ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് എന്ത് ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഖുദായി ഖിദ്മഗാർസ് എന്ന് പറയുന്ന സംഘടന 1929 സ്ഥാപിക്കുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അഥവാ ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ്. ഓക്കെ, സർഹാദി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഉള്ള ആളാണ്. ബച്ചാ ഖാൻ എന്നും ബാദ്ഷാ ഖാൻ എന്നും സർഹാദി ഖാൻ എന്നും ഒക്കെ അറിയപ്പെടുന്നു. ഇനി വരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്, അറിയാം, നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ. മുഹമ്മദ് അലി ജിന്ന ഫാദർ ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് പാകിസ്ഥാൻ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണെന്ന് മനസ്സിലാക്കുക. ഗ്രാനൈറ്റ് എന്നാൽ എന്താണ്? ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ ലാവ ഉരുകി അത് സർഫസിൽ വന്നതിന് ശേഷം സോൾഡിഫൈ ചെയ്ത് ഫോം ചെയ്യുന്ന റോക്കാണ്. അങ്ങനത്തെ റോക്കുകൾ നമ്മൾ ഇഗ്നിയസ് റോക്കുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലാവ ഒരു ഇഗ്നിയസ് റോക്സ് ആണ്. ബസാൾട്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. എന്നാൽ ഇതിന് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് അഥവാ മെറ്റാമോർഫോസിസ് കാരണം ഫോം ചെയ്യുന്ന റോക്കാണ് മെറ്റമോർഫിക് റോക്ക്. ഉദാഹരണം മാർബിൾ. എന്നാൽ ഈ പറയുന്ന ഇഗ്നിയസ് റോക്കും സെഡിമെൻ്ററി റോക്കും തരികളായി മാറി അത് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത്? സെഡിമെൻ്ററി റോക്ക്. എക്സാമ്പിൾ ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, എഡ്വേർഡ് ജെന്നർ. എന്തുവാണ് എഡ്വേർഡ് ജെന്നർ? വാക്സിനേഷനുമായിട്ടാണ്. നിങ്ങൾക്കറിയാം അല്ലേ, സ്മോൾ പോക്സിൻ്റെ വാക്സിനേഷൻ 1798 കണ്ടെത്തുന്ന ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജിയും ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. 1977 നമ്മൾ എന്ത് ചെയ്തു? സ്മോൾ പോക്സിനെ ഇറാഡിക്കേറ്റ്. ഓക്കെ, നെക്സ്റ്റ്, ഇത് തന്നിട്ടുള്ളത് ലാൻഡ് ലോക്ക്ഡ് കൺട്രി ഏതാണ് എന്ന് വെച്ചാൽ 4 ചുറ്റും ലാൻഡ് മാത്രം വരുന്ന കൺട്രി ഏതെന്ന് ചോദിച്ചാൽ അത് കസാഖിസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? കസാഖിസ്ഥാനാണ്. കസാഖിസ്ഥാനുമായിട്ട് വരുന്ന ഒരു കടലെന്ന് പറയുന്നത് കാസ്പിയൻ സീ ആണ്. സീ ആണെങ്കിലും അത് എന്തല്ല, അത് ഓഷ്യൻസിൽ വരുന്ന ഒന്ന് അല്ല. കാസ്പിയൻ സീ എന്നത് പേരാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ലാർജസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്നത് കസാഖിസ്ഥാനാണ്, സെൻട്രൽ ഏഷ്യയിലാണ്. സ്മോളസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നൂർ സുൽത്താൻ ആണ്. കറൻസി എന്ന് പറഞ്ഞാൽ തെങ്കി ആണ് കസാഖിസ്ഥാൻ്റെ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത, വിച്ച് ഇന്ത്യൻ കിങ് യൂസ്ഡ് നേവൽ പവർ ടു കോൺകർ പാർട്സ് ഓഫ് ഈസ്റ്റ് ഏഷ്യ? ഈസ്റ്റ് ഏഷ്യ പിടിച്ചടക്കിയത്. അപ്പോൾ ഈ അടുത്ത് പൊന്നിയിൻ സെൽവനൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ആരാണ്? രാജേന്ദ്ര ചോളനാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയൊക്കെ കടന്ന് നേവൽ ശക്തി ഉപയോഗിച്ചിട്ട് ഈസ്റ്റേൺ ഭാഗമൊക്കെ പിടിച്ചടക്കിയത് ആരാണ്? രാജേന്ദ്ര ചോളനാണ്. ഓക്കെ, ശ്രീവിജയ എന്ന രാജാവിനെ പരാജയപ്പെടുത്തി കദാരം കിങ്ഡം പിടിച്ചടക്കി കദാരം കൊണ്ട ചോളൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? രാജേന്ദ്ര ചോളനാണ്. ചോള ഡൈനാസ്റ്റിയിലാണ് വരുന്നത്. 1012 തൊട്ട് 1044 വരെ. ഇദ്ദേഹമാണ് ഗംഗൈ കൊണ്ട ചോളപുരം സ്ഥാപിക്കുന്നത്. ഗംഗൈ കൊണ്ടെന്ന് വെച്ചാൽ ഗംഗ വരെ പിടിച്ചടക്കി എന്ന ഒരു അർത്ഥത്തിലാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിച്ച രാജ്യം അത് ബ്രസീലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര തവണ? 5 തവണ ജയിച്ചിട്ടുണ്ട്. ആദ്യം ജയിക്കുന്നത് 58 ഫിഫ എന്ന അസോസിയേഷൻ്റെ ഫുൾ ഫോമാണ് ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ. 1904 നിലവിൽ വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. 32 രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. അവസാനം ജയിച്ചത് ആരാണ്? 22 അർജൻറ്റീനയാണ്. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. അടുത്ത, ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ അവർ നൈറ്റ് സ്കൈ. ഏതാണ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത്? സെരിയസ് ആണ് നമ്മുടെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആണെങ്കിൽ കാനോപ്പസ് സ്റ്റാർ ആണ്. നോക്കി ഏറ്റവും നമുക്ക് ഇത്രയും ബെസ്റ്റ്. ബാക്കി പോയിന്റ് ഇപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എങ്കിലും നോക്കി വയ്ക്കുക. പ്രോക്സിമ സെഞ്ചുറി ഒന്ന് ഓർത്ത് വെച്ചു.
പ്രോക്സിമ സെഞ്ചുറി എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സൂര്യനല്ലാത്ത നക്ഷത്രമാണ്. പൊളാരിസ് എന്ന് പറയുന്നതാണ് നോർത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്നത്. എപ്പോഴും നോർത്ത് ഭാഗത്ത് തന്നെയായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒന്നും വരാനില്ല. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് NTPC ചോദ്യപേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് GS ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുകളും നമ്മൾ പഠിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് 3ഓളം ചോദ്യപേപ്പറുകൾ ഇതിനോടകം തന്നെ ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയയൊക്കെ നമുക്ക് കിട്ടി അല്ലേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയൊക്കെ നമുക്കൊരു വിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. ടോപ്പിക്കുകൾ ഏത് മേഖലയിൽ നിന്നാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് കാണാം.